ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ പുതുതായി വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി അപ്ഡേറ്റ്സുകളെ കുറിച്ചെല്ലാമാണ്. വാട്സപ്പിൽ നമ്മൾ ഇപ്പോൾ അടിക്കടി ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അതിനാൽ തന്നെ എന്താണ് ഈ പുതുതായി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമുക്ക് വാട്സപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പോൾസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിലെല്ലാം ചെയ്യാറുണ്ട്. അതായത് പല ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഏതിനാണ് കൂടുതൽ ആൻസർ വരുന്നത് എന്നെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വാട്സപ്പ് ചാനലെല്ലാം തുടങ്ങിയവർക്കും ലഭിക്കുന്നുണ്ട്. അതായത് വാട്സപ്പ് ചാനലിൽ ഇപ്പോൾ പോൾസ് ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് കൂടി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്സപ്പിൽ ഇനി നിങ്ങൾക്ക് നല്ല തരത്തിലുള്ള തീംസ് എല്ലാം കാണാൻ സാധിക്കും. പലരും ഇത്തരത്തിൽ നല്ല തീംസ് ഒന്നും ലഭിക്കുന്നില്ല എന്ന കംപ്ലൈൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് തീംസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് പല തരത്തിലുള്ള മൾട്ടി കളറിലുള്ള തീംസ് എല്ലാം ഇനി ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വാട്സപ്പ് കൂടുതൽ മനോഹരമാക്കാനെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ തീം എല്ലാം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ഈ ഒരു ഫീച്ചർ കൂടി നിങ്ങൾക്ക് അധികം താമസിയാതെ നിങ്ങളുടെ വാട്സപ്പിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് വാട്സപ്പിൽ എപ്പോഴും നമ്മുടെ വാട്സപ്പ് ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം വരാറുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു വാട്സപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നെല്ലാം ചോദിച്ച്. എന്നാൽ ഇങ്ങനെ റെഗുലറായി നിങ്ങൾ വാട്സപ്പ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓട്ടോ അപ്ഡേറ്റ് എല്ലാം ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വാട്സപ്പ് തരുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഓൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണോ ഇത്തരത്തിൽ വാട്സപ്പിൻ്റെ പുതിയ വേർഷൻ എല്ലാം വരുന്നത് ഇത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ എല്ലാം സഹായിക്കും. ഇത്തരത്തിൽ ഈ നോട്ടിഫിക്കേഷനിൽ പോയി വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ആകുന്നതാണ്. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻ കൂടി ഇപ്പോൾ പുതിയ വാട്സപ്പ് അപ്ഡേറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പിൽ ഇനി നമുക്ക് യൂസർ നെയിം എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ടാകും, നമുക്കൊരു യൂസർ നെയിം എല്ലാം സെറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിലും ഈ ഒരു പുതിയ അപ്ഡേറ്റോട് കൂടി ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി യൂസർ നെയിം എല്ലാം സെറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നെയിം എല്ലാം ഇതെല്ലാം കറക്റ്റായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ സെർച്ചിലൂടെ എല്ലാം കണ്ടെത്താനെല്ലാം സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചർ എല്ലാമാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്